പശ്ചിമേഷ്യയുടെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഒരിക്കൽ വട്ടമിട്ട് പറന്നിരുന്ന ആകാശത്ത് ഇന്ന് മിസൈലുകളും ഡ്രോണുകളും മരണനൃത്തം ചെയ്യുകയാണ്. എന്നാൽ ഇതൊരു പ്രാദേശിക തർക്കമാണെന്ന് കരുതിയെങ്കിൽ നമുക്ക് തെറ്റി. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ പരമോന്നത നേതൃത്വത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണങ്ങൾ ലോകത്തെ മറ്റൊരു വലിയ യുദ്ധത്തിന്റെ മുനമ്പിൽ എത്തിച്ചതാണ്. അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും അപകടകരമായ ഈ ഘട്ടത്തിൽ ഇറാൻ എന്ന രാജ്യം എങ്ങനെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കും? അമേരിക്കയെ കാത്തിരിക്കുന്നത് ഒരു വൻ പരാജയമാണ്. ചൈനീസ് നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ ജിയാങ് സുക്കിന്റെ വൈറൽ പ്രവചനങ്ങളും ഇറാന്റെ പുതിയ നേതൃത്വവും ചേർന്ന് മാറ്റിയെഴുതുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ആഴവും പരപ്പുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കേണ്ടിയിരുന്ന ഒരു ആഴ്ചയിലാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ ആത്മാഭിമാനത്തിന് നേരെ പ്രഹരമേൽപ്പിച്ചത്. കേവലം ഒരു തിരിച്ചടി എന്നതിലുപരി ഇറാന്റെ ഭരണകൂടത്തെ തന്നെ കടപുഴക്കി എറിയുക എന്ന ലക്ഷ്യമാണ് ഈ അപ്രതീക്ഷിത ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നത്. എന്നാൽ ഇറാൻ എന്ന ഒരു രാജ്യം കേവലം വ്യക്തികളിൽ അധിഷ്ഠിതമായ ഒന്നല്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ തന്ത്രങ്ങൾ പിഴച്ചത്. അലി ഖമേനിയുടെ വിയോഗത്തിന് ശേഷം രാജ്യം തകരുമെന്ന് കരുതിയവർക്ക് മുന്നിൽ മുജ്തബ ഖമേനി എന്ന പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇറാൻ തങ്ങളുടെ രാഷ്ട്രീയ സ്ഥിരത പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മസൂദ് പെസഷ്കിയാൻ നയിക്കുന്ന താൽക്കാലിക സമിതിയിൽ നിന്ന് മുജ്തബയുടെ നേതൃത്വത്തിലേക്കുള്ള ഈ മാറ്റം അത്യന്തം തന്ത്രപരമാണ്. പുതിയ ഭരണ സംവിധാനത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ വിപ്ലവ ഗാർഡുകൾ അഥവാ IRGC ആണ്. ഔദ്യോഗിക സൈന്യമായ അർട്ടേഷിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയാണ് IRGCയുടേത്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ അർട്ടേഷ് ഉള്ളപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രത്യയശാസ്ത്രവും ആഭ്യന്തര സുരക്ഷയും മിസൈൽ സാങ്കേതിക വിദ്യയും കാത്തു സൂക്ഷിക്കുന്നത് IRGCയാണ്. ഹിസ്ബുള്ളയെയും ഹമാസിനെയും പോലുള്ള പ്രാദേശിക പ്രതിരോധ ഗ്രൂപ്പുകൾക്ക് കരുത്തു പകരുന്നതും ഇവരാണ്. മുജ്തബ ഖമേനിക്ക് ഈ സേനയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നത് ഭരണകൂട മാറ്റം ലക്ഷ്യം വെക്കുന്നവർക്കുള്ള വലിയൊരു തിരിച്ചടിയാണ്. സൈന്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നിടത്തോളം കാലം ഇറാന്റെ ആഭ്യന്തര സുരക്ഷയിൽ വിള്ളൽ വീഴ്ത്തുക എന്നത് അമേരിക്കയ്ക്ക് അസാധ്യമായ ഒരു കാര്യമായിരിക്കും. ഇതിനിടയിലാണ് പ്രഡിക്റ്റീവ് ഹിസ്റ്ററി എന്ന തന്റെ ചാനലിലൂടെ ലോകത്തെ ഞെട്ടിച്ച പ്രൊഫസർ ജിയാങ് സുക്കിന്റെ നിരീക്ഷണങ്ങൾ പ്രസക്തമാകുന്നത്. 2024 ട്രംപ് അധികാരത്തിൽ വരുമെന്നും ഇറാനുമായി യുദ്ധമുണ്ടാകുമെന്നും അദ്ദേഹം പ്രവചിച്ചപ്പോൾ പലരും അത് തള്ളിക്കളഞ്ഞു. എന്നാൽ ഇന്ന് ആ പ്രവചനങ്ങൾ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. യേൽ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ഈ ചൈനീസ് കനേഡിയൻ അധ്യാപകൻ വെറും ഒരു പ്രഡിക്ടർ അല്ല, മറിച്ച് ചരിത്രത്തിലെ ആവർത്തിക്കപ്പെടുന്ന പാറ്റേണുകളെയും ഗെയിം തിയറിയെയും അടിസ്ഥാനമാക്കി ഭാവി പ്രവചിക്കുന്ന വ്യക്തിയാണ്. ഐസക് അസിമോവിന്റെ സൈക്കോ ഹിസ്റ്ററി എന്ന സങ്കല്പത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ അമേരിക്കയ്ക്ക് നൽകുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. ഇറാനെതിരായ അമേരിക്കൻ അധിനിവേശം ചരിത്രത്തിലെ സിസിലിയൻ പര്യവേഷണത്തിന് സമാനമായിരിക്കുമെന്ന് ജിയാങ് സുക്കിൻ വാദിക്കുന്നു. പണ്ട് ഏതൻസ് നടത്തിയ വലിയൊരു സൈനിക നീക്കം എങ്ങനെ വൻ ദുരന്തത്തിൽ അവസാനിച്ചുവോ അതുപോലെ ഇറാന്റെ മണ്ണിൽ അമേരിക്കയും പരാജയപ്പെടും. ഇറാന്റെ പർവ്വത പ്രദേശങ്ങളും അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഒരു വിദേശ സൈന്യത്തിന് ഒരിക്കലും കീഴ്പ്പെടുത്താൻ സാധിക്കാത്തതാണ്. നീണ്ട വിതരണ ശൃംഖലകളും ഇറാന്റെ ശക്തമായ ജനകീയ പ്രതിരോധവും അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കും. തുടക്കത്തിൽ ചില സൈനിക വിജയങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതൊരു തന്ത്രപരമായ പരാജയമായി മാറുമെന്ന് ജിയാങ് സുങ് വ്യക്തമാക്കുന്നു. ഇറാന്റെ ജനസംഖ്യയും ദേശീയ ബോധവും അധിനിവേശത്തെ ദുഷ്കരമാക്കുന്ന മറ്റൊരു പ്രധാന ഘടകങ്ങളാണ്.
സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏതൊരു വെല്ലുവിളിയെയും ഒരൊറ്റ മനസ്സോടെ നേരിടാൻ ഇറാനിയൻ ജനതയ്ക്ക് സാധിക്കും. അമേരിക്കയുടെ ഉപരോധങ്ങളും ആക്രമണങ്ങളും ഇറാന്റെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ മേഖലയിലെ മറ്റു സഖ്യശക്തികളുടെ പിന്തുണയും ഇറാന് കരുത്തു പകരുന്നതാണ്. റഷ്യയുടെയും ചൈനയുടെയും നിശബ്ദമായ പിന്തുണയും ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പാതകളിലെ ഇറാന്റെ നിയന്ത്രണവും ലോക സാമ്പത്തിക രംഗത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് കൊളുത്തിവിട്ട ഈ തീജ്വാലകൾ ആരെയാണ് ദഹിപ്പിക്കുക എന്നത് കണ്ടറിയേണ്ടതാണ്. ഇറാന്റെ ഭരണകൂടം തകരുമെന്ന പാശ്ചാത്യ കണക്കുകൂട്ടലുകൾ മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിലും IRGCയുടെ കരുത്തിലും തട്ടിത്തകരാനാണ് സാധ്യത. പ്രൊഫസർ ജിയാങ് സുക്കിൻ പ്രവചിച്ചതുപോലെ ഇതൊരു ആണവ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയുടെ ആഗോളാധിപത്യത്തിന്റെ അന്ത്യത്തിലേക്കോ വഴിമാറുമോ എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. സമാധാനം എന്നത് ആഗ്രഹമായി അവശേഷിക്കുമ്പോഴും പ്രതിരോധത്തിന്റെ പുതിയ ചരിത്രമാണ് ഇറാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് ഉയരുന്ന യുദ്ധത്തിന്റെ ഈ കാർമേഘങ്ങൾ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമല്ല, മറിച്ച് ലോകക്രമത്തിന്റെ തന്നെ ദിശ മാറ്റാൻ പോകുന്ന ഒന്നാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അത്യാധുനിക മിസൈലുകൾക്കും ചാരക്കണ്ണുകൾക്കും ഇറാന്റെ പ്രതിരോധ കോട്ടകളിൽ എത്രത്തോളം വിള്ളൽ വീഴ്ത്താൻ കഴിയുമെന്നത് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ആയുധ ബലത്തേക്കാൾ വലിയ പോരാട്ട വീര്യം സ്വന്തം മണ്ണിനും പരമാധികാരത്തിനും വേണ്ടി നിലകൊള്ളുന്ന ജനതയ്ക്ക് ഉണ്ടാകുമെന്നാണ്. ഇറാന്റെ ഭരണകൂടം തകരുമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ മോഹങ്ങൾക്ക് തിരിച്ചടിയായി മുജ്തബ ഖമേനിയുടെ നേതൃത്വവും IRGCയുടെ അചഞ്ചലമായ കരുത്തും മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രൊഫസർ ജിയാങ് സുക്കിൻ പ്രവചിച്ചതുപോലെ തന്നെ വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും കണ്ടതിനേക്കാൾ വലിയൊരു കെണിയിലാണോ അമേരിക്ക ചെന്ന് ചാടിയിരിക്കുന്നത് എന്ന ചോദ്യം ഇന്ന് ആഗോള തലത്തിൽ തന്നെ വലിയ ചർച്ചയാവുകയാണ്. US അധിനിവേശം ഇറാന്റെ പർവ്വതനിരകളിൽ തട്ടിത്തകരുമെന്ന നിരീക്ഷണം കേവലം ഒരു പ്രവചനമല്ല, മറിച്ച് ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങളുടെയും ചരിത്ര സത്യങ്ങളുടെയും ഒരു നേർക്കാഴ്ചയാണ്. ഹോർമുസ് കടലിടുക്കിലെ ചെറിയൊരു ചലനം പോലും ലോകത്തിന്റെ ഇന്ധന വിലയെയും നിത്യോപയോഗ സാധനങ്ങളുടെയും ലഭ്യതയെയും ബാധിക്കുമ്പോൾ ഈ യുദ്ധം നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളകളെ പോലും ബാധിക്കുന്ന ഒന്നായി മാറും. ഇസ്രയേലിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടവും ഇറാന്റെ സ്വാഭിമാനത്തിനായുള്ള ചെറുത്തുനിൽപ്പും ലോകത്തെ ഒരു ആണവ യുദ്ധത്തിന്റെ മുനമ്പിലെത്തിക്കുമോ എന്ന ആശങ്ക ഇന്ന് സമാധാനം ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനെയും അലട്ടുന്നുണ്ട്. വൻ ശക്തികൾ തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ നടത്തുന്ന ഈ കരുനീക്കങ്ങളിൽ പൊലിഞ്ഞു പോകുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും സ്വപ്നങ്ങളുമാണ്. സാങ്കേതിക വിദ്യയും സൈനിക ശേഷിയും വിനാശത്തിന് പകരം സമാധാനത്തിനായി ഉപയോഗിക്കപ്പെട്ടിരുന്നുവെങ്കിൽ പശ്ചിമേഷ്യയുടെ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. പ്രതികാരം എന്ന വികാരം ഭരണതന്ത്രങ്ങളെ മറികടക്കുമ്പോൾ വരാനിരിക്കുന്നത് മറ്റൊരു വിനാശകരമായ യുദ്ധമാണോ, അതോ ലോകം ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിലേക്ക് മാറുമോ എന്നത് വരും ദിവസങ്ങളിൽ തീരുമാനിക്കും. ഇറാൻ ഉയർത്തുന്ന ഈ സമാനതകളില്ലാത്ത പ്രതിരോധം അമേരിക്കയുടെ ആഗോളാധിപത്യത്തിന് അന്ത്യം കുറിക്കുമോ എന്ന ജിയാങ് സുക്കിന്റെ വാക്കുകൾ ഇന്ന് സത്യത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. വാക്കുകൾക്ക് പകരം ആയുധങ്ങൾ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനം എന്നത് കേവലം ഒരു ആഗ്രഹമായി അവശേഷിക്കുമ്പോഴും നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടം അവസാനിക്കുന്നില്ല.